ഷംസുദ്ദീൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് ടെലിഫോൺ ലൈനിൽ. ഫെഡറേഷൻ ഓഫ് കാഷ്യൂ പ്രോസസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയാണ്. ശ്രീ സുജിത്ത്, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ? നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഷാനിന്റെ പ്രശ്നം അറിഞ്ഞതല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്കിത് കണക്കുകൂട്ടാൻ പറ്റില്ല. ഈ കശുവണ്ടി മേഖലയിൽ നിന്ന് എന്ത് പരാതികൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നമ്മൾ പരാതി കൊടുത്താലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണോ ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണോ അറിയില്ല, കെടുകാര്യസ്ഥത മാത്രമാണ് ഉള്ളത്. നമ്മുടെ ഈ വ്യവസായം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ഒരു നടപടി ഇതുമായിട്ട് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഈ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയുമായി സംസാരിച്ചിരുന്നു. മേഴ്സിക്കുട്ടിയമ്മ പറയുന്നത് ഇത് ബാങ്കുകളുടെ നെഗറ്റിവിറ്റിയാണ്. ബാങ്കുകളുമായി ഇടപെടാൻ സർക്കാർ നിരവധി ശ്രമിക്കുന്നു, പക്ഷേ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പക്ഷേ ബാങ്കുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള, ബാങ്കുകൾക്ക് മേൽ പഴിചാരുകയാണ് ഒരു CPM നേതാവ് എന്ന നിലയിൽ മേഴ്സിക്കുട്ടിയമ്മ. അങ്ങനെയാണ് കരുതുന്നത്? ബാങ്കുകളുടെ നെഗറ്റിവിറ്റിയാണോ അതോ ഉദ്യോഗസ്ഥ വീഴ്ചയാണോ? തീർച്ചയായിട്ടും മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഈ മന്ത്രി പദവിയിൽ ഇരുന്നപ്പോൾ അവർ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള നിലപാടെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെടുക്കാൻ അവരുടെ തീരുമാനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നുള്ള നിലയിലായിരുന്നു. ഈ ബാങ്ക് ഉദ്യോഗസ്ഥരും ഇത് വ്യവസായം പുനരുദ്ധാരത്തിന് വേണ്ടിയുള്ള അവർ വിചാരിച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുവരാമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ട സഹായങ്ങൾ ഇതിന് കൊടുത്തായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും ആ സഹായങ്ങളൊന്നും ഉണ്ടായില്ല. കോവിഡ് സമയത്ത് ബാങ്ക് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഈ ഈ കോവിഡ് ലോൺ എന്നുള്ള നിലയിൽ കുറച്ച് ഫണ്ടുകൾ ഇതിന് കൊടുത്തിരുന്നു. ആ ഫണ്ടുകൾ കസ്റ്റമർ അറിയാതെ അവരുടെ പേരിൽ വാങ്ങിയിട്ട് അത് പലിശയിൽ കോവിഡ് സമയത്ത് മുടങ്ങിയ പലിശയിൽ അവർ ഈടാക്കി. അതുകൊണ്ട് ഈ പൈസ എടുത്ത് തുടർന്ന് ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യവും വ്യവസായികൾക്ക് ഉണ്ടായില്ല. ഓക്കെ, ഇപ്പൊ നേരത്തെ ഒരു ജയചന്ദ്രന്റെ കേസും ഉണ്ടല്ലോ സമാനമായി തന്നെ. അതെ. അപ്പോൾ ഇത്തരം ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് പരാതി നൽകി അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചർ ചെയ്യണമെന്ന് അപേക്ഷ നൽകി അത് വ്യവസായ വകുപ്പ് വഴി അത് ബാങ്കുകൾക്ക് നോട്ടിഫിക്കേഷൻ പോകേണ്ടതാണല്ലോ. അപ്പൊ ഈ കാലതാമസം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലേ? അതെ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നോ സർക്കാരിനെ? തീർച്ചയായിട്ടും ഞങ്ങൾ 2020-21 കോവിഡ് കാലഘട്ടത്താണ് ഞങ്ങളുടെ എല്ലാ വ്യവസായികളും ഇത് പ്രതിസന്ധിയിലോട്ട് കൂടുതലായിട്ടായത്. അതിന് മുമ്പ് ഇമ്പോർട്ട് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലായെങ്കിലും കൂടുതലായിട്ട് പ്രതിസന്ധിയിലായത് കോവിഡ് കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ സർക്കാർ ഇത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് 2021 ശ്രദ്ധയിൽപ്പെടുത്തിയതിന് മറുപടി വന്നത് 2024 ഡിസംബറിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയായിട്ട് തന്നെ കാണുന്നതിന് തീർച്ചയായിട്ടും ഇത് 2021 ഒരു പരാതി കൊടുത്ത് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പരാതി കൊടുത്തപ്പോൾ അത് ഇവരുടെ ഭാഗത്തു നിന്ന് നടപടി സ്വീകരിക്കാതെ വരികയും തുടർന്ന് ബാങ്കുകൾ നടപടിയെടുക്കുകയും പല വ്യവസായികളുടെ വീടുകൾ ജപ്തി ചെയ്യുകയും ലേലത്തിൽ വിൽക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പൊ 2024 അവസാനത്തെ 2024 ഡിസംബറിൽ മറുപടി, എല്ലാ വ്യവസായികൾക്കും ഒരു മറുപടി, നിങ്ങളുടെ ഇതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നൊരു മറുപടി മാത്രം തന്നു. ഇതുപോലുള്ള കേസുകൾ ഇനിയുണ്ടോ ഇത്തരത്തിൽ ജപ്തിയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ലേലത്തിലേക്ക് പോകുന്നതോ? നിങ്ങളുടെ വാർത്ത ചുവട് പിടിച്ച് ഓരോ വ്യവസായികൾ ഇപ്പോൾ ഷാൻ വന്നു, ഞാൻ ഓരോരോ വ്യവസായികൾ ഇനി തുടർ ദിവസങ്ങളിൽ വരിക. കാരണം എല്ലാ വ്യവസായികളും ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ മറുപടിയിൽ കാലതാമസം, വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാലതാമസം വന്നതിലാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ പോലുള്ള മീഡിയകളെ. അപ്പോഴേ ഇനി ചിലപ്പോൾ അന്ന് കൊടുത്ത നമ്മൾ കൊടുത്ത പരാതിക്ക് ചിലപ്പോൾ വ്യവസായ വകുപ്പ് ഇനി മറുപടി കൊടുക്കില്ല. കാരണം ഈ കൊടുത്ത 2 മറുപടി വിവാദമായ സ്ഥിതിക്ക് ഇനി അവർ ചിലപ്പോൾ മറുപടി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഓക്കെ, എന്താണെങ്കിലും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ചുവപ്പ് നാടയിൽ കുരുങ്ങി ഇല്ലാതായത് ഒരു വ്യവസായിയുടെ കുടുംബം, കിടപ്പാടമാണ്. അത് ലേലത്തിൽ പോവുക വരെ ചെയ്തു, ജപ്തി ചെയ്തു എന്ന് മാത്രമല്ല ലേലത്തിൽ പോവുകയും ചെയ്തു. ആ വീട് അദ്ദേഹത്തിന് നഷ്ടമായ സാഹചര്യം. മറുപടി ലഭിച്ചതോ ഈ ലേലത്തിനും ശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയ അപേക്ഷയ്ക്കുള്ള മറുപടി വരുന്നത്. എന്താണെങ്കിലും ബാങ്ക് എടുത്ത നിഷേധാത്മക നിലപാടും ഇതിൽ പ്രധാനമാണെന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കുക വയ്യ.
വളരെ നന്ദി ശ്രീ സുജിത് ഷംസുദ്ദീൻ പ്രതികരിച്ചതിന്. വി വിനോദാണ് ഈ വാർത്ത പുറത്തു വിട്ടത്. ഒപ്പം സുജിത് ഷംസുദ്ദീൻ അസോസിയേഷൻ പ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുപോലുള്ള വ്യവസായിമാർ ഇനിയുമുണ്ട്. അവരുടെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഇനിയും പുറത്തേക്ക് വരികയും ചെയ്യും.